ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കോവിഡാനന്തര ലോകത്തിലെ വെല്ലുവിളികൾ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗസപ്പെ കോണ്ടെയുമായുള്ള വെർച്വൽ ഉഭയകക്ഷി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.32% ഉയർന്നു. മരണനിരക്ക് 1.49%. കേരളത്തിൽ ഇന്ന് 7002 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7854 പേർക്ക് രോഗമുക്തി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി ഡിസംബർ 8, 10, 14 തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 10-ന്. അമേരിക്കയിൽ വോട്ടെണ്ണൽ തുടരുന്നു. അന്തിമ ഫലം കാത്ത് അമേരിക്കൻ ജനത. വാർത്തകൾ വിശദമായി. രണ്ടാം ലോക മഹായുദ്ധം പോലെ തന്നെ ചരിത്രത്തിൽ കോവിഡ്-19 വഴിത്തിരിവായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗസപ്പെ കോണ്ടെയുമായുള്ള വെർച്വൽ ഉഭയകക്ഷി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി സുവർണ. കോവിഡാനന്തര ലോകത്തിലെ വെല്ലുവിളികൾ നേരിടാനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും നാം തയ്യാറായിരിക്കണമെന്ന് ശ്രീ മോദി ഉഭയകക്ഷി ഉച്ചകോടിയിൽ അഭിപ്രായപ്പെട്ടു. കോവിഡ് മഹാമാരി ഇറ്റലിയിലുണ്ടാക്കിയ ജീവഹാനിക്കും നഷ്ടങ്ങൾക്കും ഇന്ത്യൻ ജനതയുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും കോവിഡിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും തുടങ്ങും മുൻപ് തന്നെ ഇറ്റലി കോവിഡ് ദുരിതം അനുഭവിക്കുകയായിരുന്നു. എന്നാൽ ഇറ്റലി അതിവേഗം കോവിഡിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ എത്തിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇറ്റലിയിലെ പാർലമെന്റ് അംഗങ്ങളെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. കോവിഡ് മഹാമാരി അവസാനിച്ചതിനു ശേഷം ഒരു പുതിയ ലോകമായിരിക്കും നമുക്ക് മുന്നിലുണ്ടാവുകയെന്നും കാലാനുസൃതമായ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പൊതു താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചാ വിഷയമാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നാളെ നടക്കുന്ന ഡൽഹി ഐഐടിയുടെ 51ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്, സഞ്ജയ് ധോത്രെ എന്നിവരും ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.32% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 54,000-ഓളം പേർ കൂടി രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 77,65,000 കടന്നു. നിലവിൽ 5,20,000 പേരാണ് ചികിത്സയിൽ ഉള്ളത്. കൂടുതൽ പേർ ചികിത്സയിലുള്ളത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 47,638 പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചിരുന്നു. 1.49% രാജ്യത്തെ മരണനിരക്ക്. രാജ്യത്ത് തുടർച്ചയായ 7ാം ദിവസവും ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 6 ലക്ഷത്തിൽ താഴെയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിലവിൽ 5.27 ലക്ഷത്തോളം രോഗികളാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളിൽ 78%-ലേറെ 10 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 21%-ഓളം രോഗികൾ ചികിത്സയിൽ കഴിയുന്ന മഹാരാഷ്ട്രയാണ് ഒന്നാമത്. കേരളത്തിൽ ഇന്ന് 7002 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7854 പേർ രോഗമുക്തി നേടിയതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 83,208 ആയി കുറഞ്ഞു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 66 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 6,192 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 646 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 27 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1.28 കോടി പിന്നിട്ടു. 3.5 കോടിയിലേറെ പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ പുതുതായി 7,000-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഹംഗറി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, റൊമേനിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 8-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും ഡിസംബർ 10-ന് കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും ഡിസംബർ 14-ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാകും വോട്ടെടുപ്പ്. കോവിഡ് നിരീക്ഷണത്തിലുള്ളവർക്ക് തപാൽ വോട്ടിനുള്ള സൌകര്യമൊരുക്കും. വോട്ടെണ്ണൽ ഡിസംബർ 16-ന് നടത്തും. ഈ മാസം 12-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ടാകും. ഈ മാസം 19 വരെ പത്രിക സമർപ്പിക്കാം. കേരളത്തിൽ ഇന്നു മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബീഹാറിൽ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് നാളെ. 15 ജില്ലകളിലെ 78 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. 110 സ്ത്രീകൾ ഉൾപ്പെടെ 1204 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. എന്നാൽ നക്സൽ ബാധിത ജില്ലകളായ രാംനഗർ, മഹിഷി തുടങ്ങിയിടങ്ങളിൽ പോളിംഗ് വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. വാൽമീകി നഗർ പാർലമെന്റ് മണ്ഡലത്തിൽ നാളെ ഉപതെരഞ്ഞെടുപ്പും നടക്കും. ഈ മാസം 10-നാണ് വോട്ടെണ്ണൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അനിശ്ചിതാവസ്ഥ തുടരുന്നു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനാണ് നിലവിൽ കൂടുതൽ വിജയസാധ്യത. 264 ഇലക്ടറൽ വോട്ടുകൾ ബൈഡനും 214 വോട്ടുകൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും നേടിയതായാണ് സൂചന. അതിനിടെ പരമ്പരാഗതമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനമായ ജോർജിയയിൽ ഡെമോക്രാറ്റുകൾ മുന്നിലെത്തി. 16 ഇലക്ടറൽ വോട്ടുകളാണ് ജോർജിയയിൽ ഉള്ളത്. പെൻസിൽവാനിയ, അരിസോണ, വടക്കൻ കരോലിന, നെവാദ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിർണായക സംസ്ഥാനമാകും എന്ന് വിലയിരുത്തപ്പെടുന്ന പെൻസിൽവാനിയയിൽ നിലവിൽ ഡൊണാൾഡ് ട്രംപിനുള്ള ഭൂരിപക്ഷം 0.5% താഴെയാണ്. തപാൽ വോട്ടുകൾ പൂർണ്ണമായും എണ്ണിത്തീരാത്തതിനാൽ അന്തിമഫലം ഇനിയും വൈകാനാണ് സാധ്യത. അതിർത്തി മേഖലയിലെ സംഘർഷങ്ങളും അനാവശ്യ സൈനിക പ്രകോപനങ്ങളും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്. നാഷണൽ ഡിഫൻസ് കോളേജ് സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണരേഖ പ്രദേശത്ത് ചൈനീസ് സേന അനാവശ്യമായി നടത്തിയ പ്രകോപനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈനികരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യഥാർത്ഥ നിയന്ത്രണരേഖയിൽ യാതൊരുവിധ മാറ്റവും ഇന്ത്യ അനുവദിക്കില്ലെന്നും രാജ്യം പുരോഗതി പ്രാപിക്കുന്നതനുസരിച്ച് സുരക്ഷാ വെല്ലുവിളികളും വർദ്ധിക്കുമെന്നും സംയുക്ത സൈനിക മേധാവി വ്യക്തമാക്കി. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. പുൽവാമ ജില്ലയിലെ ലാൽപോര ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെയാണ് സംഭവം. ഒരു ഭീകരവാദി കീഴടങ്ങി. ആത്മീയ അവബോധത്തിന്റെ കേന്ദ്രമായിരുന്നു പശ്ചിമബംഗാളെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പശ്ചിമബംഗാളിലെ ദക്ഷിണേശ്വര ക്ഷേത്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ ചൈതന്യദേവ്, ശ്രീരാമകൃഷ്ണൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ മഹാ ആത്മീയ നേതാക്കളുടെ നാടായിരുന്നു ഇത്. പശ്ചിമബംഗാളിന്റെ നഷ്ടപ്പെട്ട പൈതൃകവും മഹത്വവും തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. അന്തരീക്ഷ മലിനീകരണത്തെ ചെറുക്കുന്നതിന് സാധ്യമായ എല്ലാ സാങ്കേതിക ഇടപെടലുകളും ഉപയോഗപ്പെടുത്തും. ഡൽഹി മുൻ ചീഫ് സെക്രട്ടറി എം കുട്ടിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷൻ വായു ഗുണനിലവാരം ഉയർത്തുന്നത് സംബന്ധിച്ച പഠനം നടത്തുമെന്നും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു. ഉത്തർപ്രദേശിൽ ദീപാവലിയോടനുബന്ധിച്ചുള്ള ദീപോത്സവം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ ജനപങ്കാളിത്തം പരിമിതപ്പെടുത്തുമെങ്കിലും ആഘോഷങ്ങൾക്ക് മങ്ങലേൽക്കുകയില്ലെന്ന് സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ കൊല്ലം സരയൂ നദിക്കരയിൽ 6 ലക്ഷം ദീപങ്ങളായിരുന്നു തെളിയിച്ചത്. കർണാടകയിലെ 150 സർക്കാർ ITIകൾ നവീകരിക്കാൻ ടാറ്റ ടെക്നോളജീസുമായി കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ കരാറിൽ ഒപ്പുവച്ചു. 4656.50 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. IPLലെ എലിമിനേറ്റർ മത്സരത്തിൽ ബാംഗ്ലൂർ ഹൈദരാബാദ് പോരാട്ടം പുരോഗമിക്കുന്നു. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുന്ന ടീം ഞായറാഴ്ച ഡൽഹിയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡാനന്തര ലോകത്തിലെ വെല്ലുവിളികൾ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗെസപ്പെ കോണ്ടെയുമായുള്ള വെർച്വൽ ഉഭയകക്ഷി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.32% ഉയർന്നു. മരണനിരക്ക് 1.49%. കേരളത്തിൽ ഇന്ന് 7002 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7854 പേർക്ക് രോഗമുക്തി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി ഡിസംബർ 8, 10, 14 തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 10-ന്.
അമേരിക്കയിൽ വോട്ടെണ്ണൽ തുടരുന്നു. അന്തിമ ഫലം കാത്ത് അമേരിക്കൻ ജനത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.